ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശിൻ്റെ അമ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. നീ എന്നോട് വാക്ക് പറഞ്ഞിട്ട് നീ അവളോട് വളരെ സ്നേഹത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അവസാനം നീ എന്നെ പറ്റിച്ചിട്ട് അവളും നീയും തമ്മിൽ ഇഷ്ടത്തിലാവും, ഭാര്യയും ഭർത്താവായിട്ടൊക്കെ ജീവിക്കും. അങ്ങനെ നിനക്കൊരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നോട് ആദ്യമേ തന്നെ പറയണമെന്ന് പറയുകയാണ്. എനിക്കിപ്പോഴും ഒരിക്കലും അവളെ മരുമകളായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേ, എനിക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനങ്ങനെ അമ്മയോടൊന്നും മറച്ചു വയ്ക്കാറില്ല. അങ്ങനെ ഞാനിപ്പോൾ മറച്ചു വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്ന് മാത്രം അമ്മ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ ആ വർത്തമാനം കേട്ടിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ആ സമയം ദേവയാനി ആലോചിക്കുകയാണ്, ഇവൻ എന്താ പറയുന്നത്, ഇവൻ എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാറില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെ, ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവളോടാണെങ്കിൽ വളരെ സ്നേഹത്തിലുമാണ് പെരുമാറുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാവുകയെന്നറിയില്ല. എന്തായാലും ഞാൻ അവളെ മരുമകളായിട്ട് കാണാനായിട്ട് ഉദ്ദേശമില്ലെന്നുള്ളൊരു കാര്യം ദേവയാനി തനിയെ മനസ്സിലാലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവും അനിയും കൂടിയിട്ട് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദുവിനെ ഒറ്റയ്ക്ക് വിടാൻ മടിയായതുകൊണ്ട് അനിയും കൂടെ തന്നെ വരികയാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നുണ്ട്, ദേ കണ്ടടാ, നമ്മുടെ സ്ഥലത്ത് മുഴുവൻ അവർ കയ്യേറിക്കുകയാണ്, നമ്മൾ പറഞ്ഞിട്ടൊന്നും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പം നന്ദു എന്നിട്ട് പറയുന്നുണ്ട്, അത് ചോദിക്കാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അനി പറയാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് പോകണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പോകാനായിട്ട് പറ്റില്ല, നീ ഉണ്ടെങ്കിൽ കൂടെ വായു, അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ നീ വീട്ടിൽ പൊക്കോളാനായിട്ട് നന്ദു പറയുകയാണ്. അങ്ങനെ നന്ദുവിനെ ഒറ്റയ്ക്ക് വിടാനുള്ളൊരു വിഷമത്തിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കൂടെ തന്നെ അനി. അവിടെ ചെന്നതിന് ശേഷം അവരായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കയ്യാങ്കളിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ നന്ദു അവരായിട്ടൊക്കെ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നന്ദു തല്ലുന്ന ഒരു തല്ല് കിട്ടുന്നത് അനിക്കാണ്. അനിയുടെ തലയ്ക്കും കൈക്കൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പോരാൻ നേരത്ത് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ നിനക്കൊരാപത്തും വരണ്ടെന്ന് വെച്ചാൽ കൂടെ വന്നാൽ നീ എന്നെ തന്നെ തല്ലിയല്ലോ എന്ന് പറയാണ്. പിന്നെ ഞാൻ അടിക്കുന്ന സമയത്ത് അടികൊള്ളുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യമൊന്നും പറയരുതെന്ന് പറയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം വീട്ടിൽ വന്നപ്പോൾ അതൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ടിരിക്കുന്നുണ്ട്. ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ പോലെയാണ്, അതേപോലെയാണ് പന്തം പോലെയൊക്കെയാണ് കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തന്നെ പൊക്കളാമെന്ന് അനി പറയുകയാണ്. ഈ ഇങ്ങനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നീ എങ്ങനെ പോവും ചോദിച്ചപ്പോൾ പറയുകയാണ്, അതൊന്നും സാരില്ല, ഞാൻ തന്നെ പൊക്കളാമെന്ന് പറഞ്ഞിട്ട് അനി വീട്ടിൽ നിന്ന് നേരെ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മൂർത്തിയും ആദർശും അതേപോലെ ജയനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ അച്ഛന് വയ്യാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, അച്ഛൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് പറയുകയാണ്. തുടർ ചികിത്സയ്ക്കായിട്ട് നമുക്ക് അമേരിക്കയിലേക്കോ വെളിനാട്ടിൽ എവിടെയെങ്കിലും പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പോകാനൊന്നും താല്പര്യമില്ല, എനിക്കിപ്പോൾ ഏകദേശം കുറച്ച് നാളും കൂടി ഉള്ളൂ, ആ ഉള്ള നാൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭൂമിയിൽ എൻ്റെ റൂമിൽ കിടന്ന് മരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം, അല്ലാതെ എനിക്ക് പുറത്തേക്കൊന്നും പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം മുത്തശ്ശൻ പറയുകയാണ്. അപ്പം തീരുമാനം എൻ്റെ അവസാനത്തെയാണ്, എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട, ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കാര്യമായിട്ട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുകയാണ് ജയൻ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ കേട്ടായിരുന്നു, അപ്പോൾ അവർ പേടിക്കുകയാണ്, എന്താണ് ഇനിയിപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ കേട്ടോന്ന് വെച്ചാൽ പേടിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ബിസിനസ്സുകാരല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ ബിസിനസ്സുകാരൊക്കെ പിന്നെ സംസാരിക്കാം, അദ്ദേഹത്തിന് നല്ല ക്ഷീണം പോലെ ഉണ്ട്, ഞങ്ങളൊന്ന് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ, ഇനി മക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ബിസിനസ് നോക്കുമെന്നും പറഞ്ഞിട്ട് മൂർത്തിയെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് നേരെ പോവുകയാണ്. ആ സമയം ജയനും അതേപോലെ ആദർശം കൂടി സംസാരിക്കുകയാണ്. അച്ഛൻ പറയുന്ന പോലെ കേട്ടുകൊണ്ടൊന്നിരിക്കാൻ പറ്റില്ല, അച്ഛൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടേ പറ്റുള്ളൂ, അച്ഛനിപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം, അച്ഛൻ്റെ ജീവനാണ് നമുക്ക് വലുത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. അതിനുശേഷം ജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ റിപ്പോർട്ട്സൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആദർശ് പറയുകയാണ്, അത് ഞാൻ എൻ്റെ ഓഫീസിലെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്, അതേപോലെ ബാക്കിയുള്ള രേഖകളൊക്കെ എൻ്റെ മൊബൈലുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊന്നും വേറെ ഒരാളെ കണ്ണിൽ പെടരുതെന്നുള്ള കാര്യം പറഞ്ഞപ്പം ആദർശ് പറയുകയാണ്, ഒരാൾ പോലും എന്തായാലും എൻ്റെ മൊബൈലൊന്നും എടുത്ത് നോക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഇനി തുടർ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കണമെന്നുള്ള കാര്യം ജയനും അതേപോലെ തന്നെ ആദർശം കൂടി സംസാരിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് ആദർശ് നേരെ റൂമിലേക്ക് വരികയാണ്. ആദർശിൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് പറ്റി, മുഖം അത്ര വലിയ സുഖമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് മനസ്സിലാലേക്കാണ്. ഇവൾക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അതൊന്നും കാണിക്കാതെ ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഇതിനൊക്കെ തോന്നിയതാവെന്ന് പറയാണ്. അപ്പോൾ ആദർശ് മൊബൈൽ ടേബിളിൽ വെച്ചിട്ട് നേരെ തന്നെ ബാത്റൂമിലേക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നയന ആലോചിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു വിഷമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത്. ആ സമയം നയന ഫോൺ എടുക്കാണ്ടിരിക്കുകയാണ്. പിന്നെയും വിളിക്കുന്ന കണ്ടപ്പോൾ നയന മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചത് നേരത്തെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആദർശ് പുറത്തേക്ക് വരുമ്പോൾ നയനയുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആദർശന് ദേഷ്യം വരികയാണ്. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ മൊബൈൽ എന്നോട് ചോദിക്കാതെ എടുക്കാനായിട്ടെന്ന് പറയാണ്. അതിനെന്താ, നിങ്ങളെ ഫോൺ അടിച്ചു, അതുകൊണ്ട് വല്ല അർജൻറ്റ് കാര്യമായിരിക്കുന്നു വെച്ചാൽ ഞാൻ എടുത്തതാണ്, ഞാനത് അറ്റൻഡ് ചെയ്യുകയോ തുറന്ന് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നല്ല നീ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് നടക്കുമ്പോൾ ഭർത്താവിൻ്റെ ഫോൺ ഇപ്പോൾ ഭാര്യ എടുക്കുന്നില്ല, എന്താ തെറ്റെന്നൊക്കെ ചോദിക്കുകയാണ്. നീ വലിയ കാര്യമൊന്നും പറയുന്നു വേണ്ട, എൻ്റെ ഫോണോ എൻ്റെ സാധനങ്ങളൊന്നും നീ തൊടേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ് നിങ്ങൾ പതുക്കെ മനസ്സൊക്കെ മാറി നിങ്ങൾ എന്നോട് സ്നേഹത്തിലൊക്കെ ആയിട്ട് വരുന്നു, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇങ്ങനെ പെരുമാറാണെന്നല്ല അങ്ങനെയാണെന്നുള്ളൊരു കാര്യം എന്ന് പറയാണ്. അപ്പോൾ ആ നേരം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നയന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയമാണ് ആദർശ് മനസ്സിലാലോചിക്കുന്നത്, ഇനി ഇതെല്ലാം കൂടി പോയിട്ട് അവൾ മുത്തശ്ശനോട് പറഞ്ഞാൽ ഞാൻ മുത്തശ്ശന് ഇനി വയ്യാതാവും, അവളോട് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാനായിട്ട് നിന്നു, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിൽ ഒരുമിച്ച് പോകുന്നുണ്ടെന്നാണ് മുത്തശ്ശൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്ങാനും ഇവൾ ഈ കാര്യം പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് അതൊരു ടെൻഷനായി മാറല്ലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ നയന പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നാലെ തന്നെ ആദർശം വരികയാണ്. അപ്പോൾ അടിയിലോട്ട് വരുമ്പോൾ എല്ലാവരും തന്നെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശൻ ദേവയാനും ജലജയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ നയനെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നത് കേൾക്കാതെ നയന വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് നയനയുടെ സാരി പിടിച്ച് വലിക്കുകയാണ് നിൽക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രംഗം നമ്മളെ ദേവയാനി കണ്ടിട്ട് ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തിരികെയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അതേപോലെ ഇതിനെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ എത്താതെ വരേക്കും. ബായ്.